നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇന്നും ചീരുനെയും കൊണ്ട് ചെക്കപ്പിന് പോകുന്നത് മുടങ്ങി. അവളും ദയുടെ കാര്യത്തിന് വേണ്ടി ഓടുകയെന്നാ പറഞ്ഞേ. അതുകൊണ്ട് കുഴപ്പമില്ല. നാളെ സമാധാനമായിട്ട് അവളെയും കൊണ്ട് ചെക്കപ്പിന് പോവാം. സമാധാനമായിട്ട് പോണെങ്കിൽ ദയക്ക് ജാമ്യം കിട്ടണ്ടേ രഘുവേട്ട? കോടതി അവൾക്ക് ജാമ്യം അനുവദിക്കുമെന്ന് രഘുവേട്ടന് തോന്നുന്നുണ്ടോ? ആ കാര്യത്തിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാനോ. എല്ലാം അവളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അവളുടെ ഭാഗ്യം മാത്രമല്ല രഘുവേട്ട, നമ്മുടെ കുടുംബത്തിന്റെ ഭാഗ്യമെന്ന് പറ. ദയ ജയിലിൽ കിടന്നാലുള്ള അവസ്ഥ രഘുവേട്ടൊന്ന് ആലോചിച്ച് നോക്കി. എന്തായി? ദയമോളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കിയോ? ഇല്ലച്ചാ, അവരിതുവരെ എത്തിയിട്ടില്ല. ദയെ പോലീസ് വൈദ്യപരിശോധനക്ക് കൊണ്ടുപോയിരിക്കുക. ഉടനെ വരുമെന്ന് അറിഞ്ഞത്. വക്കീലെ, വല്ല പ്രതീക്ഷ ഉണ്ടോ? FIR നോൺ ബെയിൽ ഒഫൻസ് ആണെങ്കിൽ ഞാൻ പറയാതെ തന്നെ സാറിനറിയാലോ. പിന്നൊരു പ്രതീക്ഷ സൈക്കാട്രിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റാ. അപ്പോ നിങ്ങൾ അത് തന്നെ തീരുമാനിച്ചു അല്ലേ? എന്റെ മോളെ ഭ്രാന്തിയായിട്ട് മുദ്ര കുത്തിയാല് എന്റെ മോളെ പിന്നെ നിന്റെ വീട്ടിൽ അംഗീകരിക്കൂ ശബരി? എന്റെ വീട്ടുകാർ അംഗീകരിച്ചില്ലെങ്കിലും എന്റെ ഭാര്യയെ ഞാൻ സംരക്ഷിക്കുക അച്ഛൻ. ചില കേസുകളിൽ ബെയിൽ കിട്ടാൻ ഇതൊക്കെ പതിവാ മാഷേ. അങ്ങനെ കരുതിയാ മതി. വക്കീൽ എനിക്കൊരു ഉപകാരം ചെയ്തു തരൂ. ദയമോളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുമ്പോ എന്നെ കൂടെ ഒന്ന് അകത്തേക്ക് കൊണ്ടുപോകാമോ? പോലീസ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. മജിസ്ട്രേറ്റിന്റെ പെർമിഷൻ ചോദിച്ചു നോക്കാം. മതി. ഞാൻ അദ്ദേഹത്തെ കണ്ട ശേഷം മാത്രമേ സൈക്യാട്രിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് കോടതിയിൽ നിങ്ങൾ ഹാജരാക്കാവൂ. ദയക്ക് ജാമ്യം കിട്ടാൻ വേണ്ടി വക്കീൽ സാറിന് എന്തും ചെയ്യാം. പക്ഷേ മജിസ്ട്രേറ്റിന്റെ വീടാ, വെറുതെ സീനുണ്ടാക്കല്ലേ. ഇല്ല സാറേ, ഇല്ല. പെട്ടെന്ന് മോളെ കണ്ടപ്പോ മോള് കരയല്ലേ? മോൾക്കൊന്നും ഉണ്ടാവില്ല. അച്ഛനുണ്ടല്ലോ കൂടെ. എനിക്ക് എന്തു പറ്റിയാലും അച്ഛൻ സങ്കടപ്പെടരുത്. എനിക്ക് അത്രേ ഉള്ളൂ. ശബരേട്ടാ, നോർത്ത് സ്റ്റേഷനിലെ SHO നാഗരാജൻ ഞാൻ വിളിച്ചിരുന്നു. ആ ഫയലിംഗ് വന്നേ. അവരെയും വിളിക്കും സാർ. അതെ, അവളെയും കൊണ്ടുവാ. ഇതാണ് സാർ FIR പ്രതികർക്കപ്പെട്ട ദയ. സെൽഫ് ഡിഫൻസ് ആണല്ലോ സർ. സ്റ്റേഷൻ സറണ്ടറുമാണ്. ദയക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചപ്പോഴാ സർ ഞാൻ കുത്തിയത്.
കുത്തേറ്റയാൾ അല്പം ക്രിട്ടിക്കലാണല്ലോ. പ്രതിക്കെതിരെ അയാളുടെ മൊഴിയുമുണ്ട്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. വക്കീലിന് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ് യുവർ ഓണർ. ആദ്യം ഒരു റിക്വസ്റ്റ് ആണ്. എന്താണ്? ആദ്യം ദയയുടെ അച്ഛൻ പറയുന്നത് കേൾക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് മനസ്സുണ്ടാകണം. അദ്ദേഹം ഒരു റിട്ടയർഡ് അധ്യാപകനാണ് സർ. വരാൻ പറയൂ. മാഷ് ഇങ്ങോട്ട് വാ. മാഷിനെ കേട്ടിവിടെ. എന്താണ് പറയാനുള്ളത്? സർ, ഞാൻ അനന്ത മാഷ്. 2012 രാഷ്ട്രപതിയിൽ നിന്നും മാതൃകാ അധ്യാപകനുള്ള പുരസ്കാരം നേടിയ ഒരു അധ്യാപകനാണ് ഞാൻ. നമസ്കാരം. എന്റെ 5 പെൺമക്കളിൽ 4ാമത്തവളാണ് ഈ ദയ. ഞാനും എന്റെ മക്കളും നാളിതുവരെ യാതൊരുവിധ ക്രിമിനൽ പശ്ചാത്തലവും ഉള്ളവരല്ല. സ്വന്തം അഭിമാനം രക്ഷിക്കാൻ വേണ്ടിയാ എന്റെ മോൾ ഇങ്ങനെ ചെയ്തത്. ഈ കേസ് തീർപ്പാകുന്നതുവരെ പോലീസ് അന്വേഷണവുമായി ഞാനും എന്റെ മോളും പൂർണ്ണമായിട്ടും സഹകരിക്കുന്നതാണെന്ന് ഞാനും എന്റെ മോളും അങ്ങേക്ക് ഉറപ്പു തരുന്നു. എന്റെ കുഞ്ഞിനെ ജയിലിൽ അയക്കരുത്. ചെയ്യാത്തൊരു കുട്ടി അവള്. മെഡിക്കലി ഫിറ്റാണെന്നാണല്ലോ റിപ്പോർട്ട്. വേറെന്തെങ്കിലും പറയാനുണ്ടോ വക്കീലെ? യെസ് യുവർ ഓണർ. ദയയ്ക്ക് ശാരീരികമായി വയ്യാരികയല്ല. ഷീസ് മെന്റൽ പേഷ്യന്റ്. സൈക്കാട്രിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ബഹുമാനപ്പെട്ട കോടതി സമക്ഷം വയ്ക്കുക. ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി അത് അംഗീകരിക്കരുത്. എന്റെ മകൾക്ക് യാതൊരുവിധ മാനസിക പ്രശ്നങ്ങളുമില്ല. അവൾക്ക് എന്തോ ഒരു പേടി തട്ടിയതിന്റെ പേരിൽ ഒരു സൈക്യാട്രിസ്റ്റിന്റെ കൗൺസിലിംഗിന് വിധേയമായി, അത്രയേ ഉള്ളൂ. അതെ സർ, ഞാനിപ്പോ ഓക്കെയാ. എനിക്കൊരു പ്രശ്നവുമില്ല. ആ സർട്ടിഫിക്കറ്റിന്റെ പേരില് എനിക്ക് ജാമ്യം വേണ്ട. എന്നെ സാറ് ജയിലിലേക്ക് അയച്ചോ. ഞാൻ ഭ്രാന്തിയല്ല. വക്കീലിനോടൊന്ന് പറ ശബരിയേട്ടാ, ആ സർട്ടിഫിക്കറ്റ് ഇങ്ങനെ തിരിച്ചു വാങ്ങാൻ.